സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്ത് കണ്ടനകത്തെ ആസ്ഥാന മന്ദിരത്തിൽ പ്രവർത്തിക്കുന്ന കലകൾക്ക് മാത്രമായുള്ള റഫറൻസ് ലൈബ്രറി അന്തരിച്ച പാനയാശാൻ ഗംഗാധരൻ നായർ സ്മാരക ഗ്രന്ഥശാല എന്ന് പുനർനാമകരണം ചെയ്തു. പഞ്ചവാദ്യ കുലപതി കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയാണ് ഗംഗാധരൻ നായർ സ്മാരക ഗ്രന്ഥശാല എന്ന് പേരെഴുതിയ ഫലകം അനാച്ഛാദനം ചെയ്തുകൊണ്ട് പുനർനാമകരണം നടത്തിയത്. പള്ളിപ്പാന എന്ന അന്യം നിന്നുകൊണ്ടിരിക്കുന്ന കലാരൂപത്തിലെ ശേഷിക്കുന്ന കലാകാരന്മാരിൽ പ്രമുഖനായിരുന്നു ഇക്കഴിഞ്ഞ ജൂൺ 18 അന്തരിച്ച പാനയാശാൻ ആലങ്കോട് ഗംഗാധരൻ നായർ. സോപാനം സഭാമണ്ഡലത്തിൽ പാനയാശാൻ ഗംഗാധരൻ നായരുടെ ചിത്രത്തിൽ വിശിഷ്ടാതികളും സോപാനം കലാകുടുംബങ്ങളും പുഷ്പാർച്ചന നടത്തി. തുടർന്ന് 1 മിനിറ്റ് ഗംഗാധരനാശാനെ അനുസ്മരിച്ച് മൗനപ്രാർത്ഥന നടന്നു. സോപാനം സ്കൂളിന്റെ വായനാ വാരാചരണ പരിപാടിയും തുടർന്ന് നടന്നു. അധ്യാപകനും സാമൂഹ്യ പ്രവർത്തകനുമായ അടാട്ട് വാസുദേവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായനാ വാരാചരണത്തിന്റെ ഭാഗമായി വായിച്ചറിവും വാദ്യകലാമികവും എന്ന വിഷയത്തിൽ മുഖാമുഖം പരിപാടി നടന്നു. പഞ്ചവാദ്യ കുലപതി കരിയന്നൂർ നാരായണൻ നമ്പൂതിരിയും അയ്യപ്പൻ തിയാട്ട് കലാകാരനും ആർട്ട് ജേർണലിസ്റ്റുമായ ശ്രീവത്സൻ തിയാടിയും പങ്കെടുത്ത മുഖാമുഖത്തിൽ പഞ്ചവാദ്യത്തിലെ വാദ്യക്രമങ്ങളുടെ സവിശേഷതകളും പുതിയ മാറ്റങ്ങളുമൊക്കെ ചർച്ചാ വിഷയമായി. സോപാനം സ്കൂളിന്റെ കലകൾക്കായുള്ള റഫറൻസ് ലൈബ്രറിയിലേക്ക് ഈ ചടങ്ങിൽ വെച്ച് നിരവധി പേർ കലാപുസ്തകങ്ങൾ സംഭാവന ചെയ്തു. 3 വർഷം കൊണ്ട് കേരളത്തിലെ മികച്ച കലാ റഫറൻസ് ഗ്രന്ഥശാലയായി മാറുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ചതാണ് ഈ ലൈബ്രറി. കാലടി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KG ബാബു അധ്യക്ഷനായ ചടങ്ങിൽ പഞ്ചവാദ്യ കുലപതി കരിയന്നൂർ നാരായണൻ നമ്പൂതിരി, സംസ്കൃത പണ്ഡിതനും അധ്യാപകനുമായ ഡോക്ടർ CM നീലകണ്ഠൻ, അയ്യപ്പൻ തിയാട്ട് കലാകാരനും ആർട്ട് ജേർണലിസ്റ്റുമായ ശ്രീവത്സൻ തിയാടി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. സാമൂഹ്യ പ്രവർത്തകനും സോപാനം സംഘാടകനുമായ TP മോഹനൻ, സോപാനം സ്കൂളിന്റെ ഗുരുനാഥനായ ഭാസ്കരൻ കണ്ടനകം എന്നിവർ ഗംഗാധരൻ നായരെ അനുസ്മരിച്ച് സംസാരിച്ചു. സോപാനം ഗുരുനാഥന്മാരായ മുരളി കണ്ടനകം, ജെയിൻ വെള്ളാളൂർ, സോപാനം സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സിന്ധു ദിവാകരൻ, സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സബിത സുധീഷ്, പ്രവർത്തക സമിതി അംഗങ്ങളായ ഡോക്ടർ പാർവതി ദേവി, അധ്യാപിക അജിത എന്നിവരും സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ സോപാനം പ്രവർത്തക സമിതി അംഗം അധ്യാപിക രമണി സ്വാഗതം ആശംസിച്ചു. സോപാനം പ്രവർത്തക സമിതി അംഗം നാരായണൻ മുല്ലപ്പിള്ളി നന്ദി പ്രസംഗം നടത്തി. ഈ ചാനൽ ന്യൂസ് എടപ്പാൾ. +2 ശേഷം നിരവധി ജോലി സാധ്യതകളുള്ള കോഴ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ ഒരുക്കിയിരിക്കുകയാണ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി. പഠന പാഠ്യേതര രംഗത്തെ നിങ്ങളുടെ കഴിവുകളെ വളർത്തിയെടുക്കാനുള്ള അവസരങ്ങൾ ഉറപ്പാക്കുന്നു. ഹൈലി എക്യുപ്ഡ് ഫെസിലിറ്റീസോടുകൂടി ബ്ലഡ് ബാങ്ക് ആൻഡ് മെഡിക്കൽ ലബോറട്ടറി, MRI, CT, ഡിജിറ്റൽ എക്സ്റേ ഉൾപ്പെടെയുള്ള അഡ്വാൻസ്ഡ് മൊഡാലിറ്റീസോടുകൂടി റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. പരിശീലനത്തിലൂടെ പഠിക്കാനായി ലാബ് സൗകര്യങ്ങളും മികച്ച ഡോക്ടേഴ്സും. കൂടാതെ ഡയാലിസിസ് ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ അനസ്തെറ്റിക് ഡിപ്പാർട്ട്മെന്റ് പഠനത്തോടൊപ്പം പ്രാക്ടിക്കൽ സെക്ഷൻസും. നിങ്ങളുടെ കരിയർ മികവിനായി എക്സ്പീരിയൻസ് ടീച്ചേഴ്സും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള മാനേജ്മെന്റും. പാരാമെഡിക്കൽ ഫീൽഡിൽ ഏറെ സാധ്യതകളുമായി BSc ആൻഡ് ഡിപ്ലോമ കോഴ്സസ്. BSc ആൻഡ് ഡിപ്ലോമ ഇൻ റേഡിയോളജി ആൻഡ് ഇമാജിംഗ് ടെക്നോളജി, ഡയാലിസിസ് ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, hospital administration and diploma in dental hygiene and nursing assistant. Nadakavil Hospital Academy of Paramedical Sciences, Nadakavil Hospital Building, Valancheri, Malappuram. Phone 04942084 010 7034071111.